മനുഷ്യന് 7 ജന്മം ഉണ്ടെന്ന് പറയുന്നത് സത്യമാണോ അച്ഛാ? എത്ര ജന്മം ഉണ്ടെങ്കിലും ശരി, നമ്മൾ അറിയുന്ന ഈ ജന്മമാണ് പ്രധാനം. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ ജന്മം കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ഗുണമുണ്ടായി, അതിലാണ് കാര്യം. അങ്ങനെതവ ഉണ്ടെങ്കിൽ അച്ഛന്റെ അടുത്ത ജന്മത്തിലെ മോളായിട്ട് എന്നെ തന്നെ കിട്ടാൻ പ്രാർത്ഥിക്കണേ. പിന്നെന്താ, മക്കളായിട്ട് നിങ്ങൾ 4 പേരും, മരുമക്കളായിട്ട് അവന്തികയും അർച്ചനയും അനഘയും, പിന്നെ നിനക്ക് നല്ലൊരു ഭർത്താവും. നിങ്ങളുടെ അമ്മയും നന്ദനും അടുത്ത ജന്മത്തില് നമ്മളെ വിട്ടുപോകരുതെന്നൊരു പ്രാർത്ഥനയും കൂടിയുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് ഈ വീട്ടിൽ ജീവിക്കണം. അതാ എന്റെ സ്വപ്നം. സ്നേഹ, അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉറക്കമൊന്നുമില്ലേ? സന്ദീപിനെ മുറി കാണുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ രാവിലെ അവനെ കണ്ടുള്ളൂ. എന്റെ അത്യാവശ്യം എന്ന് പറഞ്ഞ് പുറത്തുപോയി. വന്നില്ലേ ഇതുവരെ? വന്നില്ല, വിളിച്ചിട്ടും കിട്ടുന്നില്ല. പുറത്തു പോയെങ്കിൽ തന്നെ ഇത്രയും നേരമായില്ലേ? വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. നിങ്ങൾ ആരെങ്കിലും അനഘയെ കണ്ടോ? ബെസ്റ്റ്. അനഘയും കാണുന്നില്ലേ? ഇവിടെ സന്ധ്യപേടിനെ കാണാത്ത കാര്യവും സംസാരിക്കുമായിരുന്നു ഞങ്ങള്. ഞാൻ ഒന്ന് വിളിച്ചു നോക്കിട്ട് വരാവേ. ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. ഇവരിത് എവിടെ പോയി? ഓ, അങ്ങനാണെങ്കി പിന്നെ അന്വേഷിക്കണ്ട. അവർ രണ്ടുപേരും വന്നോളൂ. അവർ അവന്തിയോട് പറഞ്ഞോ എവിടെയെങ്കിലും പോകുന്ന കാര്യം? പറഞ്ഞു, എവിടെങ്കിലും പോയി ഒരുമിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു. ആർക്കും മനസ്സിലായില്ലേ? സന്ദീപും അനഘയും കൂടി എങ്ങോട്ടോ ഒളിച്ചോടി പോയെന്ന്. എന്നോടവര് രണ്ടുപേരും പറഞ്ഞിരുന്നു, വിവാഹം നടത്തിക്കൊടുത്തില്ലെങ്കിൽ അവരിത് ചെയ്യുമെന്ന്. പക്ഷേ അതിത്ര വേഗം നടക്കുന്നു ഞാൻ കരുതിയില്ല. വെറുതെ ഓരോന്നും പറയല്ലേ. അവര് വേറെന്തെങ്കിലും ആവശ്യത്തിന് പോയതാവും. ഒരുമിച്ച് പോലും ആയിരിക്കില്ല പോയിരിക്കുന്നത്. പിന്നെന്തിനാ ആവശ്യമില്ലാത്ത കഥ മെനഞ്ഞുണ്ടാക്കുന്നേ? ആവശ്യമില്ലാത്ത കഥയോ? എന്നോട് അവര് പറഞ്ഞ കാര്യങ്ങളാ ഞാൻ പറഞ്ഞത്. അവരുടെ വിവാഹത്തിന് വലിയ എതിർപ്പായിരുന്നല്ലോ എല്ലാവർക്കും. അപ്പൊ അവർക്ക് തന്നെ തോന്നി ഒരുമിച്ച് ജീവിക്കാമെന്ന്. അതിലിപ്പോ എന്താ തെറ്റ്? സച്ചി, നീ പോലീസ് സ്റ്റേഷൻ വിളിച്ച് വിവരം പറയും. ശരി അച്ഛാ. എന്തിന്? ഇനി നാട്ടുകാരെയും കൂടെ അറിയിച്ച് നാണം കെടാനോ? വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. വിവാഹം ഉറപ്പിച്ച് 2 പേരാ പോയിരിക്കുന്നത്, അതും അവരുടെ ജീവിതം ജീവിക്കാൻ. ഇപ്പൊ തൃപ്തിയായല്ലോ എല്ലാവർക്കും. എനിക്കറിയായിരുന്നു ഇത് അവസാനം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എല്ലാവരും ആഗ്രഹിച്ച കാര്യം അവര് സ്വന്തമായിട്ടങ്ങ് നടത്തി, അത്രേ ഉള്ളൂ. എന്തായാലും അനഘ എന്നെ എന്താ ഏതാന്നൊന്നും വിളിച്ചു പറയാതിരിക്കില്ല. അവള് വിളിക്കട്ടെ, അപ്പൊ അറിയാലോ കാര്യങ്ങൾ എന്താന്ന്. അവരുടെ വിവാഹം എന്തുമാത്രം സ്വപ്നം കണ്ടതാ ഞാൻ. എന്നിട്ട് ഈ പിള്ളേരെ ഇങ്ങനൊരു ബുദ്ധിമോശം കാണിച്ചല്ലോ. അല്ലെങ്കിൽ തന്നെ അവരെ എന്തിനാ കുറ്റം പറയുന്നേ? അവര് പലപ്പോഴായി വിവാഹക്കാര്യം പറഞ്ഞിട്ടും ഇവിടെ ആർക്കും ഒരു മൈൻഡും ഇല്ലായിരുന്നല്ലോ. ഇനിയും ഇത് വിശ്വസിക്കാൻ പ്രയാസമുള്ളവർക്ക് ഉടനെ ബോധ്യമാവില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, സന്ദീപും അനഘയും ഒളിച്ചോടിപ്പോയത് തന്നെയാ. ആതിരയുടെ മോൻ ആരാരോ. വാ 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 വാ. ഓ ആ
നല്ല മുട്ട പുഴുങ്ങി പോലത്തെ മുഖം, ഉടയാത്ത ശരീരം ഇപ്പൊ ഉടഞ്ഞൊന്നും മാത്രമല്ല, നിലം തൊടാതെ കെട്ടി നിർത്തിയിരിക്കുക. തൽക്കാലം നീ ഏറിൽ നിൽക്ക്, ഞാൻ ഈ ഭൂമിയിലും. നിന്നെ പോലത്തെ പാൽക്കുപ്പി ചെറുക്കന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്, ആളും തരവും നോക്കാതെ അങ്ങ് പ്രേമിച്ചു കളയും. ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ കെട്ടിച്ചു സംസാരിക്കണം. എന്തിന്? ഇടതിന്റെ സംസാരം കുറച്ചു നേരേ ഉള്ളൂ, പിന്നെ മുഴുവൻ ആക്ഷനാ. ആ നമ്മളെന്താ പറഞ്ഞു വന്നത്? ആ, പ്രേമിക്കുന്ന കാര്യം. നിനക്ക് നല്ല പുളിങ്കൊമ്പിലിരിക്കുന്ന നല്ല കിളി പോലത്തെ പെണ്ണിനെ കെട്ടിയങ്ങ് ജീവിച്ചാ പോരെ. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ദയാനന്ദ മാഷിന്റെ മോളെ എന്തിനാ? നീ എന്നെ ഒരുപാട് തല്ലി. നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണിന്റെ മുന്നിൽ കിടന്ന് തല്ലുകൊള്ളാന്ന് വെച്ചാ അത് ഇത്തിരി ക്ഷീണമുള്ള കാര്യം. ഇനി നീ എന്തു പറഞ്ഞാലും എന്നെ ഉപദ്രവിച്ചാലും ഇവിടെ എന്നെ കൊന്നാലും ശരി, ആതിര എന്റേതാ. നിനക്ക് അവൾ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. നിനക്ക് നട്ടലൊക്കെ ഉണ്ട്, അത് വളയാനും പോകുന്നില്ലെന്ന് എനിക്കറിയാം. അതാ നീ നടക്കുമ്പോഴും തിരിയുമ്പോഴൊക്കെ ഒരുമാതിരി റോബോട്ടിനെ പോലെ ഇരിക്കുന്നത്. ആവശ്യമുള്ളിടത്തൊക്കെ നട്ടല് വളയ്ക്കണം, അല്ലെങ്കിൽ ദാ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. നീ ഇവിടുന്ന് പോകുമ്പോ നീ ജീവനോടെയാണ് തിരികെ പോകുന്നെങ്കിൽ എല്ലാം ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടേ വിടൂ. എന്നെ നീ ഇവിടുന്ന് ജീവനോടെ വിട്ടാ അന്ന് നിന്റെ അവസാനം അത് നീ മറക്കണ്ട. ഒരിറ്റ ജീവൻ എന്നെ ബാക്കി വെച്ചാൽ ഞാൻ നിന്നെ തീർത്തിരിക്കും. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി ഇമാതിരി ഡയലോഗ് അടിച്ചിട്ടുണ്ടല്ലോ, തോറെ പിടിച്ച് ഉരക്കും ഞാൻ നിന്റെ ഈ മക്ക് മോന്ത. ആതിരയ്ക്ക് മറ്റേതോ ഒരുത്തനായിട്ട് ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ അവളെ കെട്ടാൻ തയ്യാറായത് കുറച്ച് പുത്തമ്പണം കണ്ടുകൊണ്ട് തന്നെയാ. ആ ഒരുത്തൻ നീയാണെന്ന് അറിഞ്ഞത് അന്ന് എനിക്ക് തല്ല് കിട്ടിയപ്പോഴാ. അന്നേ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു ദിവസം നിന്നെ ഇതുപോലെ എൻ്റെ കയ്യിൽ കിട്ടണമെന്ന്. പക്ഷെ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കിട്ടിയതിൻ്റെയൊക്കെ തിരിച്ചു കൊടുക്കല ഇന്ന്. പലിശ അടക്കം തിരിച്ചു വാങ്ങിച്ചോണം. എടവേ, പെണ്ണിന്റെ മുമ്പിൽ കിടന്ന് ഷോ കാണിച്ചപ്പോ നീ ഓർത്തില്ല 10 മടങ്ങായിട്ട് തിരിച്ചു തരുന്നവന്റെ ദേഹത്താ നീ കൈ വെച്ചതെന്ന്. നിനക്കൊരു ധാരണയുണ്ട് ഈ കഥയിലെ വലിയ സെക്കൻഡ് ഹീറോ നീയാണെന്ന്. അത് ഞാനാടാ. സന്ദീപ് ആതിര ഇല്ല ഇനി. അജയനാതിര അതേ ഉള്ളടാ. അനുബേട്ടാ, അനുബേട്ടാ, എവിടെ പോയി കിടക്കുന്നു? ഇവിടെ ഇരിക്കായിരുന്നോ? ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ടായിരുന്നു. എന്ത് വാർത്ത? അതൊക്കെ പറയാം. അച്ഛാ, അമ്മേ, ആതിരേ, എടി ആതിരേ, ഒന്നിങ്ങോട്ട് വന്നേ. എവിടെ പോയി കിടക്കുക എല്ലാരും? അച്ഛാ, അമ്മ, ഇന്ന് വന്നേ. നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? വല്ലതും പറയാനുണ്ടെങ്കിൽ അങ്ങോട്ട് വന്ന് പറഞ്ഞൂടെ നിനക്ക്? ഇത് അങ്ങനത്തെ ഒരു കാര്യം അല്ലാത്തതുകൊണ്ടാ. എന്താ മീര്, എന്താ കാര്യം? അതൊക്കെ പറയാം. ഈ നിൽക്കുന്നവരേക്കാൾ അത് കേൾക്കേണ്ടത് ആതിരയാ. അവളും കൂടി വന്നോട്ടെ. എത്തിയല്ലോ. എല്ലാവരും കേക്ക്. ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധിച്ച് കേട്ടോണം. എന്താടി? നെല്ലിശ്ശേരിയിലെ സന്ദീപും അനകയും കൂടി ഒളിച്ചോടി പോയത്.
എന്താ ആർക്കും വിശ്വാസം വരുന്നില്ലേ? എങ്കിൽ വിശ്വസിച്ചേ പറ്റൂ. ദേ കയ്യില് ഫോൺ ഇരിക്കല്ലേ, വിളിച്ചൊന്ന് അന്വേഷിച്ചു നോക്ക്. മീരെ, നീ കേട്ടതും പറയുന്നതൊക്കെ സത്യമാണോ? യോ പിന്നെ സത്യമല്ലാതെ. ആ ചെക്കനും പെണ്ണ് ഇന്ന് എങ്ങോട്ടോ മുങ്ങിയെന്ന് അവന്തികത ഇപ്പൊ കരഞ്ഞു പറഞ്ഞു വെച്ചതേ ഉള്ളൂ. എനിക്ക് ഈ മണം നേരത്തെ അടിച്ചതാ. ഒരുത്തി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പുറകെ നടക്കുമ്പോ എത്രയാന്ന് പറഞ്ഞ അവന് കണ്ടില്ലാന്ന് നടിക്കുന്നേ. എന്നാലും ആ പെണ്ണ് കൊള്ളാലോ. ഇനി വല്ല കൂടോത്രമായിരിക്കോ? നെല്ലിശ്ശേരിയിലുള്ള കുട്ടികൾ അങ്ങ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എൻ്റെ മൂത്ത മകളെ ആ വീട്ടിലേക്ക് അയച്ചുകൊണ്ട് മാത്രം. അതിനപ്പുറം ഈ വാർത്ത ഇവിടെ ആരെയും ഞെട്ടിക്കുന്നതല്ല. എന്റെ പൊന്ന് ദയാനന്ദൻ അച്ഛാ, പേരില് ദയം വെച്ചിട്ട് ഒരു ദയയില്ലാത്ത വർത്താനം പറയല്ലേ. ഇങ്ങോട്ട് നോക്കിയേ. അച്ഛൻ പറഞ്ഞ അർത്ഥം തന്നെയാണോ ഇപ്പൊ ഇവളുടെ മുഖത്തുള്ളേന്ന് നോക്കിയേ. എനിക്കറിയാം, ഇനി ആരൊക്കെ മനഃപൂർവ്വമായി എല്ലാം മറയ്ക്കാൻ ശ്രമിച്ചാലും ഇവക്കിത് താങ്ങാൻ പറ്റാത്ത വിഷമം തന്നെയാ. ഓ, ഇങ്ങനെ ഒരു സമയം വരുമെന്നും ഇതൊക്കെ തന്നെ നടക്കുമെന്നും നേരത്തെ തോന്നിയതുകൊണ്ടാ ഇവളെ പറഞ്ഞ് ഞാൻ മാറ്റാൻ ശ്രമിച്ചോണ്ടിരുന്നത്. ഇപ്പൊ നിനക്ക് ബോധ്യായല്ലോ ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞ ഇത്രയേ ഉള്ളൂന്ന്. നീ എന്തിനാ മോളെ കരയുന്നത്? മോളെ, നിന്നെ വേണ്ടാത്തവരോർത്ത് നീ എന്തിനാ വെറുതെ കണ്ണീരൊഴുക്കുന്നത്? മോളെ, ഇത് തന്നെയാ കുഴപ്പം. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമ്മളിതൊന്നും ഓർക്കില്ല. അവസാനം കരയാനേ നമ്മളെ കൊണ്ടാവൂ. അച്ഛൻ നേരത്തെ പറഞ്ഞാൽ അതിന്റെ ശരി. എന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ അനിയൻ ഒരു പെണ്ണിനെ കൊണ്ട് നാടുവിട്ടു. ഒരു നെടുവീർപ്പിനപ്പുറം എനിക്കോ ഈ വീട്ടിൽ ആർക്കെങ്കിലുമോ കൂടുതൽ വിഷമത്തിന്റെ ആവശ്യമില്ല. അതിന് അർഹതയില്ല. പറഞ്ഞാൽ മനസ്സിലാവാത്തത് അനുഭവത്തിലൂടെ പഠിക്കണം. മറ്റൊരു വിവാഹം ഏകദേശം ഓർത്തിരിക്കുന്ന ഈ സമയത്ത് നീ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും കരയുകയും ചെയ്താ അത് അജയനോ അവന്റെ വീട്ടുകാരോ അറിഞ്ഞാ ഇത് മുടങ്ങും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീയായിട്ട് കൊണ്ട് എത്തിക്കരുത്. പറഞ്ഞില്ല എന്ന് വേണ്ട. ഇതിപ്പൊ നടന്നത് നിന്റെ ഭാഗ്യത്തിനാ. നിന്നെ അവൻ വിവാഹം കഴിച്ചിട്ടാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിലോ? അതുകൊണ്ട് നിന്ന് മോങ്ങാതെ ഇനിയെങ്കിലും ആ അജയനെ കുറിച്ച് ഒരു മിനിറ്റ് ആലോചിക്കേ. അജയൻ നിന്നെ സ്നേഹിക്കുന്നതിന്റെ പകുതി തിരിച്ചു കൊടുത്താൽ മതി നിനക്കൊരു നല്ല ജീവിതത്തിന്. ഇനിയെങ്കിലും നീ കാര്യങ്ങളൊന്നും മനസ്സിലാക്ക്. അല്ലാതെ വെള്ളത്തിൽ വരച്ച വര പോലെ നിസ്സാരാക്കി എടുത്താ നീ ഇവിടെ നിന്ന് പോത്തേ ഉള്ളൂ ഉള്ള കാലം മുഴുവനും. അനൂപേട്ടൻ ഇന്ന് ഉറങ്ങുന്നില്ലേ? നീ കിടന്നു. മോളെവിടെ? അവൾ അമ്മയുടെ കൂടെ ഉറങ്ങാന്നും പറഞ്ഞു പോയി. എനിക്കറിയാം അനൂപേട്ടൻ എന്താ ആലോചിക്കുന്നേന്ന്. അത് നമ്മൾ പണ്ടേ എഴുതി തള്ളിയ കാര്യമല്ലേ. ആതിരയ്ക്ക് മറ്റൊരു വിവാഹം തീരുമാനിക്കുകയും ചെയ്തു. അതൊക്കെ ശരി തന്നെ. പക്ഷെ പെട്ടെന്ന് കേട്ടപ്പോ എന്തോ ഞാനും നീ ഒഴികെ ഇവിടെ എല്ലാവർക്കും ആതിരയെ സന്ദീപിന് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. ഞാനെന്തെങ്കിലും പറയുമെന്ന് പേടിച്ച് പുറത്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. വാശിപ്പുറത്ത് മറ്റൊരു വിവാഹം കൊണ്ടുവരികയും ആതിരയെ നിർബന്ധിക്കുകയും ചെയ്തപ്പോഴൊക്കെ സന്ദീപ് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി ഇവിടേക്ക് വരുമെന്ന് ഞാൻ ചിലപ്പോഴെങ്കിലും വിശ്വസിച്ചിരുന്നു. എത്ര കർക്കശം കാണിച്ചാലും ഞാൻ അവളുടെ കൂടപ്പുറപ്പല്ലേ മീരെ. ഏട്ടനാണെങ്കിലും അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നാ ഞാൻ അവരെ രണ്ടുപേരെയും വളർത്തിയത്.
ഞാൻ ഇതിനെന്ത് മറുപടി പറയാനാ? ശ്ശോ, ആ ചെക്കനും പെണ്ണും ഇങ്ങനൊരു കടുങ്കൈ ചെയ്യുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? എത്ര കൂട്ടിക്കെട്ടിയാലും മുറുകാത്ത ബന്ധം സന്ദീപിന്റെയും ആതിരയുടെയും. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ആതിര തന്നെ എല്ലാം മനസ്സിലാക്കിക്കോളും. അജയൻ അവളെ ഭയങ്കര ഇഷ്ടം. ചേരേണ്ടതും അവര് രണ്ടുപേരും തന്നെയാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അനൂപേട്ടൻ പറഞ്ഞതുപോലെ ഈ വീടോ കയ്യിലും കഴുത്തിലും ഒക്കെ ഉള്ളത് വിറ്റുപെറുക്കിയോ നമുക്കത് നടത്തായിരുന്നു. പുറമേ എതിര് പറഞ്ഞെങ്കിലും എന്റെയും മനസ്സിൽ അത് തന്നെയായിരുന്നു. നിനക്ക് ഞാനൊരു ബാധ്യതയാവുന്നുണ്ടല്ലേ ചിലപ്പോഴെങ്കിലും. ഈ ഓട്ടത്തിനിടയിൽ നിന്റെയും മോളുടെയും കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റാറില്ല പലപ്പോഴും. നല്ലൊരു ഭർത്താവോ അച്ഛനോ എന്ന് ചോദിച്ചാൽ രണ്ടിലും പരാജയമാണ് അനൂപ് എന്ന വ്യക്തി. അനൂപേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അനൂപേട്ടനെ കുറിച്ച് അനൂപേട്ടൻ തന്നെ ആവശ്യമില്ലാത്ത ഓരോന്ന് കണ്ടെത്തുക. അനൂപേട്ടൻ അങ്ങനത്തെ ഒരാളാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇനി മറ്റാരെന്ത് പറഞ്ഞാലും ഞാൻ എങ്ങനെയാ അനൂപേട്ടനെ മനസ്സിലാക്കുന്നതെന്ന് അനൂപേട്ടനെ അറിയില്ല. അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നത്. നല്ല ഭർത്താവോ അച്ഛനോ എന്ന് നമുക്ക് അളന്നു തൂക്കി നോക്കണ്ട. നല്ലൊരു മകനാ, മരുമകനാ, അതിനെല്ലാം ഉപരി നല്ലൊരു സഹോദരനാ എന്റെ ഈ ഭർത്താവ്. എന്നെ മോളെ മാത്രം സ്നേഹിക്കാനും ഞങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചില സമയത്ത് കൈവിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ആ പറയുന്ന സമയത്തേ ഉള്ളൂന്ന് അനൂപേട്ടനെ അറിയാവുന്നതല്ലേ? ആതിരയുടെ കാര്യം ഓർത്ത് ഒരു തരത്തിലും വിഷമിക്കണ്ട. നമുക്ക് എങ്ങനെയെങ്കിലും അജയനുമായിട്ടുള്ള വിവാഹം നടത്താം. എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് വേണം നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാൻ. ചേച്ചി, ഞാൻ ഈ കേൾക്കുന്നൊക്കെ ശരിയാണോ? സന്ദീപ് എവിടെ? മോളെ, ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനത്തോടെ കേക്ക്. സന്ദീപിനെ കാണാനില്ലെന്നുള്ളത് ശരിയാ. പക്ഷേ അനഘയും കൊണ്ട് സന്ദീപ് ഒളിച്ചോടി പോയി എന്നുള്ളതെല്ലാം അവന്റെ അടുത്ത് പറഞ്ഞുണ്ടാക്കുന്ന കഥയാ. ഇതിന് പിന്നിലും അവര് തന്നെയാ. അന്നത്തെ പോലെ അനഘയെ ഇങ്ങോട്ടോ മാറ്റി നിർത്തിയിട്ട് അവര് കളിക്കുന്ന കളിയാ ഇതൊക്കെ. സന്ദീപിനെയും അവര് തന്നെ പിടിച്ചു വെച്ചിരിക്കുക. എന്റെ സന്ദീപിനെ അവരെന്തെങ്കിലും ചെയ്യോ? സന്ദീപിനൊന്നും പറ്റില്ല. അവർക്കറിയാം അവൻ എന്തെങ്കിലും ചെയ്താ അവരുടെ പ്ലാൻ ഒന്നും നടക്കില്ലാന്ന്. നീ ധൈര്യമായിരിക്കും. സന്ദീപിനെ ഉടനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊക്കെ കള്ളമാണെന്ന് തെളിയിക്കുകയും ചെയ്യാം. ഞാനൊന്ന് എന്താ ഏതാന്ന് തിരക്കിയിട്ട് നിന്നെ വിളിക്കാം. ആരെ വിളിച്ചത്? ആതിര. അവക്ക് കരച്ചിലും ടെൻഷനും ഒക്കെ. എന്താ സച്ചേട്ടായി നടക്കുന്നതൊക്കെ? അതാ ഞാനും ആലോചിക്കുന്നേ.
അപ്പോ സച്ചേട്ടൻ ഇതുവരെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞ സച്ചേട്ടന് വേറൊന്നും തോന്നരുത്. സന്ദീപിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് അവന്തിയെടുത്തി തന്നെയാ. അതെ സച്ചേട്ടാ, ഞാൻ പറഞ്ഞതാണ് സത്യം. സന്ദീപിനെ പിടിച്ചു വെച്ച് അനഘയെ മാറ്റി നിർത്തി അവര് തമ്മിൽ ഒളിച്ചോടിയെന്നൊരു കള്ളക്കഥ മനഃപൂർവ്വമായിട്ട് പറഞ്ഞ് അച്ഛനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക അവന്തിയെടുത്തി. അത് അച്ഛൻ വിശ്വസിച്ച സന്ദീപ് അനഘയും തിരികെ വരുമ്പോ അച്ഛൻ തന്നെ അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്യും. ഏയ്, എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല.